ലാൽ സലാം മോഹൻലാൽ നായകനായി എത്തിയ എമ്പുരാൻ 16-ാം ദിനത്തിലേക്ക് കടക്കുകയാണ്. വലിയ രീതിയിലുള്ള റിലീസുകൾ ഉണ്ടായിട്ടും സിനിമയ്ക്ക് സ്റ്റഡി കളക്ഷനുമായി മുന്നോട്ട് പോകാൻ കഴിയുന്നു. ഇന്ന് ഇതുവരെ ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് 356ഓളം ഷോകളാണ്. ചാനൽ ഇതിനിടയിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ, കട്ട സപ്പോർട്ട് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ 10,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തും. 356ഓളം ഷോകളിൽ നിന്ന് 13,000-ന് മുകളിലുള്ള ആളുകൾ ടിക്കറ്റ് എടുത്തപ്പോൾ 17% സിനിമയുടെ ഓക്യുപ്പൻസി വന്നിരിക്കുന്നത്. ഇന്നും ഒരു ഹൗസ്ഫുൾ ഷോയും 2 ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ ഷോയും 2 ഫാസ്റ്റ് ഫില്ലിംഗ് ഷോസുമാണ് ട്രാക്കേഴ്സ് പറയുന്നത്. ഇതുവരെ ലഭ്യമായ കണക്കുകൾ പ്രകാരം 20,15,000 രൂപയോളമാണ് സിനിമയുടെ കളക്ഷൻ വന്നിരിക്കുന്നത്. അതായത് സ്റ്റഡി കളക്ഷനായി സിനിമ 35-40 ലക്ഷം രൂപയിലേക്ക് സ്ഥിരം പോകുന്നു എന്നുള്ളതാണ്. ഇന്നലെ വലിയ റിലീസുകൾ ഉണ്ടായിട്ട് പോലും സിനിമയ്ക്ക് 35-40 ലക്ഷം രൂപയിലേക്ക് എത്താൻ കഴിഞ്ഞു. ഇതിനോടകം തന്നെ 2025 പുറത്തിറങ്ങിയ ഇന്ത്യൻ സിനിമകളിൽ ടോപ്പ് 2-ൽ എത്തിയിരിക്കുകയാണ് എമ്പുരാൻ. ആദ്യ 10 സ്ഥാനങ്ങളിൽ നിൽക്കുന്ന സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ ഒരെണ്ണം പോലും മലയാള സിനിമയില്ല എന്നുള്ളത് നമുക്കറിയാം. ഇതിനകത്തിൽ നമുക്ക് 8-ാം സ്ഥാനത്ത് വിടാമുയർച്ചി 135 കോടി നേടിയപ്പോൾ സ്കൈ ഫോഴ്സ് 150 കോടി, ഡ്രാഗൺ 151 കോടി, സിക്കന്ദർ 177 കോടി, ഗെയിം ചേഞ്ചർ 186 കോടി. അങ്ങനെ നിൽക്കുന്നു നമ്മുടെ സിനിമകളുടെ. എമ്പുരാൻ നിൽക്കുന്നത് 262 കോടിയുമായി 2-ാം പൊസിഷനിലാണ്. ചൊവ്വ ഇതിനകത്തിൽ 805 കോടി നേടി ആദ്യ പൊസിഷനിൽ നിൽക്കുകയാണ്. സ്ഥിരമായിട്ടുള്ള ആ ഒരു കളക്ഷൻ തൂക്കിലൂടെ ഇങ്ങനെ കുതിച്ച് പായുകയാണ് സിനിമ. എന്തായാലും എമ്പുരാൻ അതിഗംഭീരമായിട്ട് തന്നെ കുതിച്ച് പായുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് സിനിമ എത്തിക്കൊണ്ടിരിക്കുകയാണ്. വേൾഡ് വൈഡായിട്ട് ഇപ്പോഴും സിനിമയ്ക്ക് നല്ല ഹോൾഡ് കാണാൻ കഴിയുന്നുണ്ട്. ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ ഗണത്തിലേക്ക് വരുന്നു. 15 ദിവസം കൊണ്ട് 83 കോടി നേടിയ ചിത്രം 84 കോടിയിലേക്ക് 16-ാം ദിനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. വേൾഡ് വൈഡായിട്ട് സിനിമ 262 കോടിയിലേക്ക് എത്തി എന്നുള്ള റിപ്പോർട്ടുകളാണ് കാത്തിരിക്കുന്നത്. എന്തായാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണം. ലാൽ സലാം.